ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ സ്വിറ്റ്സർലൻഡിലെ സർമാറ്റിൽ നിന്നും സെൻറ്റ് മോറിസിലേക്കുള്ള യാത്രയുടെ അവസാന ഭാഗമാണ്. ഇതാണ് അതിൻ്റെ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൻ്റെ റൂട്ട്. നമ്മളതിനകത്ത് ലാസ്റ്റ് ചുമന്ന ആരോയിൽ കാണിച്ചിരുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് നീല ഏരിയയിൽ കാണിച്ചിരിക്കുന്ന ഏരിയയാണ്. നമ്മൾ കൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് സെൻറ്റ് മോറിസിലേക്കാണ്. അപ്പോൾ കൂർ എന്നുള്ള സ്ഥലത്തിന് 500 സംതിങ്ങേ ഉള്ളൂ. സമുദ്രനിരപ്പിൽ നിന്ന് 500 മിച്ചം പൊക്കമേ ഉള്ളൂ, മീറ്റർ പൊക്കമേ ഉള്ളൂ. അതേസമയം നമ്മൾ ചെല്ലുന്നിടം 1800 മീറ്റർ പൊക്കമാണ്. അത്രയും നമ്മൾ ഈ ഒരു ലാസ്റ്റ് അത്രയും നമ്മൾ ഹൈറ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ഈ മഞ്ഞ് വീഴ്ചയും എല്ലാമുള്ള നല്ല തണുപ്പുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് മോറിസ് എന്ന് പറയുന്നത്. സെൻറ്റ് മോറിസ് ഭയങ്കരമായിട്ട് തണുപ്പുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പക്ഷേ ഈ കൂറിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. കൂറിൽ 500 സംതിങ്ങേ ഉള്ളൂ അവിടുത്തെ മീറ്റർ പൊക്കമേ ഉള്ളൂ സമുദ്രനിരപ്പിൽ നിന്ന്. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള പിന്നെ ഇതില്ല, ഈ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. അത് പക്ഷേ ഇപ്പോൾ മുകളിലോട്ട് പോകും തോറും പിന്നെ മഞ്ഞ് വീഴ്ച കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് കൂറിലെ ഒരു പ്രത്യേകത. നല്ല പച്ച പുൽമേടുകളും ബാക്ക്ഗ്രൗണ്ടിൽ മലകളും. എന്നാൽ മലകളുടെ മുകളിൽ മഞ്ഞൊന്നും അങ്ങനെ ഇല്ല. കുറച്ചുകൂടെ താഴ്ന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ മഞ്ഞില്ലാത്ത മലമുകളിൽ. അല്ലെങ്കിൽ എപ്പോഴും ഈ മലകളുടെ മുകളിലെല്ലാം മഞ്ഞ് ഇങ്ങനെ പതിഞ്ഞു കിടക്കും. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ബെന്നീസ് വ്ലോഗ്സ് എന്നുള്ള ചാനൽ, ബെന്നീസ് വ്ലോഗ്സ് BNNIZVLOGS, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക സ്ഥലമാണെന്ന് തോന്നുന്നു. ഫാക്ടറികളും പോക്കോളുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, വലിയ കെട്ടിടങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്നത് ഇവിടെ അങ്ങനെ അധികം മഞ്ഞിൻ്റെ ഒന്നും വലിയ ഇതില്ല. നല്ല പുല്ലുണ്ട്, പച്ചപ്പുല്ലുകളുണ്ട്. അങ്ങനെ ഉള്ളൊരു സ്ഥലം വഴിയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 8 മണിക്കൂറത്തെ യാത്രയുടെ അവസാന 2 മണിക്കൂറാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. പോക്കുകളിൽ കാണുന്നുണ്ട്. ഇതൊരു ഫാക്ടറിയാണ്. ഫാക്ടറിയുടെ ഇവിടെ എല്ലാം ഇതെല്ലാം ഗോതമ്പ് പാടങ്ങളാണെന്ന് തോന്നുന്നു. ഗോതമ്പ് വിതച്ച് വരുന്നു. ചിലതൊക്കെ നമ്മുടെ ഈ സ്ഥലം ഒരുക്കി, എല്ലാം നിലമൊക്കെ ഒരുക്കി റെഡിയാക്കിയിട്ടിരിക്കുന്നു. നമുക്ക് ഗോതമ്പ് ചെറുതായിട്ട് നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഗോതമ്പും പുല്ലും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ മേലാത്ത പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ പുല്ലിൻ്റെ വളർച്ചയും ഗോതമ്പും ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ എനിക്കൊന്ന് ഇത് ഗോതമ്പുമായിട്ട് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടേക്ക് കുറച്ച് മരങ്ങളൊക്കെ പച്ചപ്പുണ്ട്, പൂത്തിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെയുള്ള വീടും വീടിനും ഗാർഡനും ഒക്കെ എല്ലാം നല്ല പച്ചപ്പുണ്ട്. ഇവിടെയൊക്കെ അധികം അങ്ങനെ മഞ്ഞിപ്പം വീഴ്ചയില്ല, ഇവിടെ കുറവാണ്. ഇവിടെ സമുദ്രത്തിൽ നിന്ന് ഒത്തിരി പൊക്കമുള്ള സ്ഥലമല്ല ഇത്. അതേസമയം നമ്മളിനി ഇവിടുന്ന് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊക്കമുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥയാണ് ഇപ്പം. ഇത് വീടുകളെല്ലാം ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകളാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വീട് പണിയാൻ പറ്റത്തില്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് പിന്നെ പ്ലാൻസ് ഉണ്ട്, അതേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ സ്വിറ്റ്സർലൻഡിലെ നമ്മൾ നോക്കുമ്പോഴത്തേനും എല്ലാം ഒരുപോലെയൊക്കെയുള്ള വീടുകളും കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കാണാൻ അത്രയും ഒരു രസം വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ നമുക്കിഷ്ടമുള്ള ഒരു പ്ലാൻ വേണേൽ നമുക്ക് ഫോളോ ചെയ്യാമല്ലോ. അവിടെ അത് പറ്റത്തില്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ്, അവർ പറഞ്ഞിരിക്കുന്ന അപ്രൂവ്ഡ് രീതിയിൽ നമുക്ക് ബിൽഡിങ് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയെല്ലാം നല്ല പച്ചപ്പുണ്ട്. ഇവിടെയെല്ലാം ഈ ഗോതമ്പൊക്കെ വിതച്ചൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. നമ്മൾ അവിടുന്ന് മുകളിലോട്ട് പോകും തോറും ഇത് മഞ്ഞ് വീഴ്ച തുടങ്ങി. മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ട്. മരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു.
നമ്മൾ കൂറിൽ നിന്ന് സെൻറ്റ് മോറിസിലേക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു റൂട്ടിൽ ഒത്തിരി ടണൽസ് ഉണ്ട്. ടണൽ വഴി കയറി ഇറങ്ങും. ഇപ്പം മിക്കവാറും ഞങ്ങൾ പോകുമ്പോഴത്തേനും പല സ്ഥലങ്ങളിലും നമുക്ക് അവിടെ വൈഫൈ പോകും. നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും വൈഫൈ പോകും. എന്ന് വെച്ചാൽ അത്ര ടണലിൻ്റെ അകത്തേക്ക് ചെല്ലുന്നവർ കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുമാതിരി പിന്നെ ഈ പെയ്തിറങ്ങുന്നുണ്ട്, മഞ്ഞ് പെയ്തിറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഈ പിന്നെ സെൻറ്റ് മോറിസിലേക്കാണ് പോകുന്നെങ്കിലും ഈ ട്രെയിന് സെർമാറ്റിൽ നിന്നും സെൻറ്റ് മോറിസിലേക്കാണ്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരുന്ന കൂറിലാണ്. എന്നാന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ രാവിലെ കൂറിൽ നിന്ന് ഇറ്റലിയുടെ ടിറാനോയിലേക്ക് പോകുന്ന രാവിലെ കൂറിൽ നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് ഇറ്റലിയുടെ ടിറാനോയിലെത്തും. അത് ബെർണീന എക്സ്പ്രസ് എന്നുള്ളതാണ്. നാളത്തെ ഞങ്ങളുടെ യാത്ര അതിനകത്താണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നതും കൂറിലാണ്. പക്ഷേ നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊത്തം കാണണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൂറിൽ ഇറങ്ങിയില്ല. ഞങ്ങളത് തീരുന്ന സെൻറ്റ് മോറിസിലേക്ക് യാത്ര തുടരുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും നന്നായിട്ട് മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞ് വീഴ്ചയുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ മൊത്തം മഞ്ഞ് വീണ് ഒന്നും കാണാൻ മേലാത്ത രീതിയിൽ മൊത്തം വൈറ്റായിട്ടിരിക്കും. നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് വരുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരപ്പോഴത്തേന് തിരിച്ചു വരുന്ന വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ നമുക്ക് നാളത്തെ യാത്ര ഉച്ചയ്ക്ക് ഇറ്റാലിയൻ ടൗണായ ടിറാനോയിലെത്തും. ടിറാനോയിൽ നമുക്ക് 1 മണിക്കൂറോളം ഗ്യാപ്പുണ്ട്. ട്രെയിൻ അവിടെ വരെയുള്ളൂ, ടിറാനോ വരെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറ്റലിയുടെ ടിറാനോയിൽ നിന്ന് വീണ്ടും തിരിച്ച് സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ പട്ടണത്തിലേക്ക് ബെർണീന എന്ന് പറഞ്ഞ ബസ്സുണ്ട്. ബെർണീന ബസ്സിൽ നമ്മൾ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ലുഗാനോയിലേക്ക് വരും. ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ലുഗാനോ തടാകത്തിൻ്റെ സൈഡ് വഴിയാണ് നമ്മുടെ ബസ് യാത്ര ചെയ്യുന്നത്. പക്ഷേ നമുക്കത് അതിനുള്ള ബസ്സിന് നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഞങ്ങളുടെ സ്വിസ് പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് വേണ്ട. ഈ ബെർണീന എക്സ്പ്രസ്സിൽ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട, നമ്മൾ ബുക്കിംഗ് എടുത്താൽ മതി. ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൻ്റെ ഓൾമോസ്റ്റ് അതേ ചാർജാണ് അതിലും വരുന്നത്. അതുപോലെ തന്നെ ബസ്സിന് നമ്മൾ ബുക്ക് ചെയ്യണം, അതിൻ്റെ ബുക്കിംഗ് ഉണ്ട്. നമുക്ക് എവിടെ സൈഡിലാണ് കിട്ടുന്നത് അനുസരിച്ചിരിക്കും. ഒരു സൈഡിലേക്കും മറ്റേ സൈഡിൽ ഈ മലകളുമായിരിക്കും അവിടെയും. അപ്പോൾ അന്നേരപ്പോഴത്തേനും നമുക്ക് ലേക്കിൻ്റെ സൈഡിലാണ് നമുക്ക് സീറ്റ് കിട്ടുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ലേക്കിൻ്റെ പടങ്ങൾ കവർ ചെയ്യാൻ പറ്റും. നമുക്കത് സീറ്റ് കിട്ടുന്ന പോലെ ഇരിക്കും. നമുക്കിപ്പം പറയാനൊക്കത്തില്ല എവിടെ കിട്ടുന്നതെന്നുള്ള. ഇത് നമ്മളിവിടുത്തെ ഏറ്റവും വലിയൊരു പാലമാണ്. പാലം ഈ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയായിട്ട് നമ്മൾ പിന്നെ മലയിലേക്ക് പോകുന്നത്. ആ മലയിലേക്ക് കയറിയിട്ട് തുരങ്കം വഴിയാണ് നമ്മൾ ട്രെയിൻ വേണ്ടി യാത്ര ചെയ്യുന്നത്. ഈ ഏരിയയിൽ ആൽപ്സിൻ്റെ 2ാമത്തെ നീളം കൂടിയ തുരങ്കം വഴിയാണ് ഇനി യാത്ര ചെയ്യുന്നത്. തുരങ്കത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ തുരങ്കത്തിലുള്ള യാത്രയിൽ നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് തുരങ്കത്തിന് വെളിയിൽ വന്ന് ഒരു സ്റ്റേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഞ്ഞ് ഒരുമാതിരി നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇവിടെയും ആൾക്കാർ സോളാർ പാനൽസൊക്കെ വീടിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. സോളാർ പാനലിൽ ഈ വീടിന് വീടിന് വേണ്ടിയിട്ടുള്ള ഹീറ്റിങ്ങും സോളാറിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടികൾ, ഇവിടെയൊക്കെ ഉള്ള വണ്ടികൾ, ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലും ഇവിടെ എല്ലാം പാനൽസ് ഉണ്ട്. പുതിയ വീടുകളിലാണ് തോന്നുന്നു പാനൽസ് വെച്ചിരിക്കുന്നത്. അടുത്ത വീടുകളിലും പാനൽ കാണാം. നമ്മൾ ഈ വീടിൻ്റെ ഹീറ്റിങ്ങിനും പാനലിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ, നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇപ്പം കുറേയും കൂടെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. ഓൾമോസ്റ്റ് ആയി, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പച്ചപ്പ് കാണാം. അതങ്ങ് ഫില്ലായിട്ടില്ല, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇങ്ങനെയുള്ള ഗ്ലേഷ്യർ എക്സ്പ്രസ് റൂട്ടിൽ അല്ലാതെ സ്വിറ്റ്സർലൻഡിലെ മറ്റ് സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കൊരു
കുറച്ച് പേർക്ക് ഒരു 8-10 അല്ലെങ്കിൽ ഒരു 10-20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നമ്മൾക്ക് ഈ ടോട്ടൽ മൊത്തം കവറിങ് ഉള്ള ഒരു ഗ്ലാസ് കൊണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ തണുപ്പൊക്കെ കാറ്റുമൊക്കെ വരുന്ന സമയത്ത് തണുപ്പ് രക്ഷ നേടിയിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട് പല സ്റ്റേഷനിലും. കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേനും നമുക്ക് ഇപ്പം ഇന്നത്തെ നമ്മൾ ട്രെയിനിൽ ഔട്ട് സൈഡ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത് 3 ആണ് ടെമ്പറേച്ചർ. നമുക്ക് കുറച്ചുകൂടി ചെല്ലുമ്പോഴത്തേനും അത് നമ്മൾ എൻ്റെ ചെല്ലുമ്പോഴത്തേനും സെൻറ്റ് മോറിസിലൊക്കെ വരുമ്പോഴത്തേനും അത് -1 വരാം. നമ്മൾ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ കാറ്റോടെ വരുമ്പോഴത്തേനും ഭയങ്കര നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഓരോ സ്റ്റേഷനിലൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഓരോ ഇങ്ങനത്തെ ഏരിയ ചില്ലുകൊണ്ടുള്ള സ്ഥലങ്ങൾ, കാറ്റ് അടിക്കില്ലാത്ത രീതിയിൽ നമുക്ക് കയറി നിൽക്കാവുന്ന സ്ഥലങ്ങൾ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ ഒരു സിഗരറ്റിൻ്റെ ഈ ചാരമൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇടുന്ന അത് ഉള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ ചുറ്റും 2 മീറ്റർ ചുറ്റളവിൽ നിന്ന് വലിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെ അവരെഴുതി വെച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു കുട പോലത്തെ മുകളിൽ വയ്ക്കുന്ന ഒരു സാധനം കാണും. അതിൻ്റെ താഴെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് സിഗരറ്റിൻ്റെ ഈ പൊടിയൊക്കെ ഇടാവുന്ന ഹോൾസ് ഉണ്ട്. അവിടെ ഇതിട്ട് അവിടെ അതിൻ്റെ 2 മീറ്റർ ചുറ്റളവിൽ നിന്ന് ആൾക്കാർക്ക് വലിക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഈ മരങ്ങളിലെല്ലാം ഈ മഞ്ഞ് പെയ്തിറങ്ങിയിട്ടുണ്ട്. എല്ലാം ഫില്ലായി വരുന്നു. ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. മഞ്ഞ് പെയ്ത് കഴിയുമ്പോഴത്തേനുമാണ് ഇത് മൊത്തം ഒരുമാതിരി നല്ല ഇവിടെയൊക്കെ കുറച്ച് കൂടി വരുന്നു. കുറച്ച് മുമ്പേ ഇവിടെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനോട് അങ്ങനെ അടുത്ത് വരുവാണ്. അപ്പം അന്നേരപ്പോഴത്തേനും നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല ഇവിടെ മരങ്ങൾ വരെയും മഞ്ഞ് കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ മരങ്ങൾക്കിടയിലുള്ള വഴികളെല്ലാം മഞ്ഞ് വീണ് നമുക്കവിടെ വൈറ്റ് ഒരു മാത്രമേ കാണാനുള്ളൂ. ഇവിടെ എല്ലാം മഞ്ഞ് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇങ്ങനെ പെയ്തിറങ്ങി മരങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പം ഇങ്ങനെ പെയ്ത് ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളുടെ ഇലകളെല്ലാം ഈ മഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. മഞ്ഞ് പെയ്തിറങ്ങുന്ന കാഴ്ച വളരെ മനോഹരമാണ്. മരങ്ങളെല്ലാം മഞ്ഞിലിങ്ങനെ മൂടി നിൽക്കുന്നു. അതിൻ്റെ ഇടവഴിയുള്ള വഴി മാത്രം ഈ വണ്ടി പോകുന്നതുകൊണ്ട് മാത്രം അത് മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഏരിയ എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുവാണ്. ഇവിടെ ഇങ്ങോട്ട് വരുംതോറും നമ്മൾ സെൻറ്റ് മോറിസിലേക്ക് അടുക്കും തോറും മരങ്ങൾ മുഴുവൻ മഞ്ഞിൽ കുളിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതാണ് വണ്ടി പോകുന്ന വഴിയാണ് കാണുന്നത്. അവിടെ മാത്രം നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുവാണ്. മരങ്ങളിൽ ഇങ്ങോട്ട് പോകുന്തോറും മരങ്ങൾ മുഴുവൻ മഞ്ഞ് കുളിച്ച് നിൽക്കുന്നു. നമ്മൾ സെൻറ്റ് മോറിസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. നമ്മളവിടെ ഇറങ്ങി സൈഡിൽ കാണുന്ന ഒരു തടാകമാണ്. അതും പകുതി ഭാഗത്ത് ഓൾമോസ്റ്റ് മഞ്ഞുറഞ്ഞ് നിൽക്കുന്നു. ബാക്കി കുറച്ച് ഭാഗം വെള്ളം കാണുന്നുള്ളൂ. നമ്മുടെ ബെനീസ് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ നമ്മൾ ഈ സെൻറ്റ് മോറിസിൽ നിന്ന് തിരിച്ച് കൂറിലേക്ക് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.